Hello, hi, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറി ഡേയ്സ് യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പോൾ മക്കളെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ മാത്രം ഇരിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സാം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോ ഇപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. 100+ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. സോ ക്രിസ്മസ് എക്സാം നമ്മൾ ഉഷാറാക്കണം. നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് 7 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 1 മാർക്ക് വെയിറ്റേജിൽ വരുന്നത്. അതിൽ 5 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യണം, ഓപ്ഷണൽ ആയിട്ടാണ് വരിക. അതിൽ 5 എണ്ണം ചൂസ് ചെയ്തിട്ട് 7-ൽ നിന്നും 5 എണ്ണം ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് എഴുതാനായിട്ട്, നമ്മുടെ 1 മാർക്ക് എഴുതാനായിട്ട്. സോ ഡെഫിനറ്റ്ലി 1 മാർക്ക് വെയിറ്റേജ് 5 ക്വസ്റ്റ്യൻസ് 10 മിനിറ്റ് കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് 5 മാർക്ക് നമ്മുടെ കയ്യിൽ സുരക്ഷിതമായി. സോ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാമിന്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കേരള ബോർഡ്സിന്റെ ഇംപ്രൂവ്മെന്റിന്റെ, ഇതിന്റെ എല്ലാത്തിനും റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഫ്രം 11 ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. സോ ഫോർ ദാറ്റ് പർപ്പസ് നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ നിങ്ങളെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അവർക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഇട്ട് ഞാൻ റീസൺസ് പറയും. ഒന്നാമത്തേത് ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നിങ്ങൾക്ക് ഇപ്പം 10th എഴുതിയത് പോലെയല്ല, +1 +2 ഒക്കെ വരുമ്പോഴത്തേനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 70 to 75% ക്വസ്റ്റ്യൻസ് ഇൻസ്പയർഡ് ഫ്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഒരു 70% മാർക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റെഫർ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ ദിവസമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. സോ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലോട്ടും അതേപോലെ തന്നെ നിങ്ങളും പഠിക്കുക. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വീഡിയോസ് ഒക്കെ ഇടുന്നത്. ആൻഡ് ഓൾസോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അത് ചുമ്മാ ഇടുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് പ്രീവിയസ് ഇയറിലെ ബോർഡും ഇംപ്രൂവ്മെന്റും ക്രിസ്മസും ഓണപരീക്ഷയും എല്ലാം തന്നെ നമ്മൾ നോക്കിയിട്ട് ഈ വർഷം വരാനിടയുള്ള ചോദ്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് സ്കില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ചില എക്സാംസ് കഴിയുമ്പോൾ പറയലുണ്ട് ഡെറിവേഷൻ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു, സമയം കിട്ടിയില്ല എന്നൊക്കെ. സോ അതൊക്കെ നമ്മൾ ബൈ പ്രാക്ടീസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രോപ്പർ ആയിട്ട് ഒരു ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനുവേണ്ടി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇനി അതൊന്നും അല്ലാതെ 19-ാം തീയതിയാണ് മക്കളെ നമ്മുടെ ദിവസം, നമ്മുടെ മാരത്തൺ വരുന്നത്. സോ 19-ാം തീയതി നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ചാപ്റ്റർ, അതായത് കംപ്ലീറ്റ് നമ്മുടെ ഫിസിക്സ് 11 ചാപ്റ്റേഴ്സ്, ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ വൃത്തിക്ക് പഠിക്കും. ഇനി ചില സ്കൂളുകളിലൊന്നും 11-ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഡോണ്ട് വറി കേട്ടോ, നിങ്ങൾക്ക് എടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ടിരിക്കുക. കാരണം എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന് ആ ക്വസ്റ്റ്യൻസ് മാറ്റി തരും. സോ അതിനെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ ഒട്ടും വറീഡ് ആവണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. സോ മക്കളെ ഇനി ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആവട്ടെ, അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആവട്ടെ, അടിപൊളിയായിട്ട് എഴുതാൻ പറ്റണം. അതുപോലെ ക്രിസ്മസ് വെക്കേഷൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റണം. അതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ എക്സാം മോശമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ മോശമാവട്ടോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ വരുത്തരുത്. അടിപൊളിയായിട്ട് വേണം നമ്മൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഇന്റേണൽ മാർക്ക്, അതേപോലെ തന്നെ നമ്മുടെ ബോർഡ്സിനും മോഡൽ എക്സാമിനും മുമ്പ് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്രയും ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാം. സോ തീർച്ചയായിട്ടും അത് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ലൈക്ക് ചെയ്യാൻ മറന്നവരെ ലൈക്ക് ചെയ്യുക കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. വിച്ച് ഇസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. വിച്ച് ഇസ് ദ സ്ട്രോങ്സ്റ്റ് വൺ? ഇറ്റ് ഇസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ ചോദിക്കാം, നമ്മുടെ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ആൻഡ് ദെൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കേട്ടോ. ഏറ്റവും വീക്കസ്റ്റ് അതിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ദ ഡയമെൻഷണൽ ഫോർമുല ഫോഴ്സ് ഇസ് mL(T)⁻². നമുക്കറിയാം ഫോർമുല നമ്മുടെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. സോ മാസ് എന്ന് പറയുമ്പോൾ m ആണ് അതിന്റെ ഡയമെൻഷൻ വരുന്നത്. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, L(T)⁻². ആണ്. സോ ബോത്ത് കമ്പൈൻഡ് നമുക്ക് എന്ത് കിട്ടും, mL(T)⁻². കിട്ടും. നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ടോർക്ക്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ന്യൂട്ടൺ മീറ്റർ ആണ് അല്ലെ. കാരണം എന്താണ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ, മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിഫൈൻ സീറോ വർക്ക്, അതായത് നമുക്ക് വർക്ക് ഡണ്ണിന്റെ വാല്യൂ 0 വരുന്നത് അല്ലെ. ഒന്നിക്ക് ഫോഴ്സ് 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ അല്ലേ. സോ ഇതൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻസ് വരുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, സീറോ വർക്ക് എന്ന് പറയും കേട്ടോ. ആൻഡ് ഓൾസോ വി നോ പോസിറ്റീവ് വർക്ക് ഡൺ ഉണ്ട്,
നെഗറ്റീവ് വർക്ക് ഡൺ ഉണ്ട്. പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് 2 മാർക്കിനൊക്കെ വരാം കേട്ടോ. അതായത് വിത്ത് എക്സാമ്പിൾ 0 പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഇപ്പോൾ 0 വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ക്ലാരിറ്റി കിട്ടിയോ? ഒന്നെങ്കിൽ ഫോഴ്സ് 0 അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0. അതായത് ഒരു സർക്കുലർ മോഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ആൻഡ് ഓൾസോ എന്താ പറയുക, പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഒരാൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങനെ നടക്കുവാണ്, സ്ട്രേറ്റ് ലൈനിൽ നടക്കുവാണ്. സോ ഡെഫിനറ്റ്ലി ഫോഴ്സിന്റെ വരുന്നത് ഇങ്ങനെയും മോഷൻ വരുന്നത് ഇങ്ങനെയാണ്. സോ ഡെഫിനറ്റ്ലി അവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, അതായത് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പം ആ സാഹചര്യത്തിലും 0 ആയി പോകും. ഇനി പോസിറ്റീവ് വർക്ക് ഡൺ എന്താണ്? നെഗറ്റീവ് വർക്ക് ഡൺ എന്താണ്? ഒരു സിമ്പിൾ ഒരൊറ്റ എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. നമ്മളൊരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുവാണ്. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മുകളിലോട്ട്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ട്. ഓക്കെ അല്ല? അപ്പം അവിടെ വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് എന്താ? പോസിറ്റീവ് ആ. കാരണം എന്താണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ്. അറ്റ് ദ സെയിം ടൈം എന്താ പറയാ, ആ ഫോഴ്സ് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? ഓൾവേസ് ടുവേർഡ്സ് ദി സെന്റർ അല്ലേ? അപ്പം ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് മുകളിലോട്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തോട്ടാണ്. സോ തീർച്ചയായിട്ടും എന്താണ്? നെഗറ്റീവ് വർക്ക് ഡൺ ആണ്. സോ ഇങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ചിലപ്പം ചോദിക്കും. ഇപ്പൊ നിങ്ങൾ അതിനെ എഴുതാനുള്ള 1 മാർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മാർക്കിനുള്ളത് കിട്ടി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എ സെൻട്രൽ ഫോഴ്സ്. ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്? ഇറ്റ് ഇസ് ട്രൂ അല്ലെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്. ക്യാൻ ഡിസ്പ്ലേസ്മെന്റ് ബി ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബോഡി? നെവർ എവർ അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും ഡിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലല്ല. ബട്ട് സം ടൈംസ് ഒരു സ്ട്രേറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫ്രം എ ടു ബി ഒരു സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. ഓക്കെ അല്ലെ? എപ്പോഴും ഡിസ്റ്റൻസിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറവോ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. ഓൾവേസ് ഡിസ്പ്ലേസ്മെന്റ് ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇനി ലൈറ്റ് ഇയർ ഇസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ്. പലരും ടൈം എന്ന് എഴുതുമായിരിക്കും, ബട്ട് അങ്ങനെയല്ല. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലെങ്ത്തിന്റെ ആണ്. റൈറ്റ് എനി പെയർസ് ഓഫ് ഡയമെൻഷൻ, അതായത് സെയിം ഡയമെൻഷൻ വരുന്ന ഏതെങ്കിലും ക്വാണ്ടിറ്റീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇമ്പൾസിന്റെയും മൊമെന്റത്തിന്റെയും എന്താണ്? സെയിം ഇതാണ്. അതുപോലെ തന്നെ സ്പീഡ്, വെലോസിറ്റി ആൻഡ് ഓൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് നമ്മുടെ പ്രഷർ, ഓക്കെ, വർക്ക് എനർജി, ഇതൊക്കെ എന്ത് തന്നെയാണ്? ടോർക്ക്, ഇതെല്ലാം സെയിം ഡയമെൻഷനിൽ വരുന്നതാണ്. സ്പീഡ്, വെലോസിറ്റി ഒക്കെ എന്താണ്? ഇതിന്റെ ഡയമെൻഷൻ ആണ് കേട്ടോ. ഫോർ എ മൂവിംഗ് ബോഡി ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. യാ, വി നോ ദാറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. What does the speedometer of the car measures? It will measure the instantaneous speed ആണ് കേട്ടോ. Instantaneous, a particular instantiലെ speed ആണ് speedometer എന്താ പറയാ റീഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി the ratio of distance to displacement of a moving body is always greater than or equal to 1. നമ്മൾ പറഞ്ഞു ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെക്കാട്ടിലും വലിയ വാല്യൂ വരത്തില്ല. മേ ബി ഈക്വൽ അല്ലെങ്കിൽ അപ്പം ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? യെസ്, ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അല്ലെ, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും, ഒരു സംശയമില്ല. ഇനി ഏരിയ അണ്ടർ ആക്സലറേഷൻ ടൈം ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെലോസിറ്റി. നെക്സ്റ്റ് വൺ ഇസ് സ്ലോപ്പ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി ആണ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ വരുന്നത് ആക്സലറേഷൻ ആണ്. ഇനി റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ ബോഡി മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ആൻഡ് വാരിയബിൾ വെലോസിറ്റി. അതിന് എക്സാമ്പിൾ ആണ് സർക്കുലർ മോഷൻ അല്ലെ? കാരണം എന്താണ്? അവിടെ കോൺസ്റ്റന്റ് സ്പീഡ് ആണ്. ഒരു നമ്മൾ എന്താ പറയുക, സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കോൺസ്റ്റന്റ് സ്പീഡ് ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് വാരിയിങ് വെലോസിറ്റി എന്ന് പറയുന്നത്? ഡയറക്ഷൻ ചേഞ്ചസ്. ഓക്കെ അല്ലെ? കോൺസ്റ്റന്റ് സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡിൽ മാറ്റമില്ല, പക്ഷെ അതിന്റെ ഡയറക്ഷൻ ഓരോ പോയിന്റിലും മാറ്റമുണ്ട്. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണ്? സർക്കുലർ മോഷൻ. കാരണം എന്താണ്? ഓരോ പോയിന്റിലും ആ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് ആണ്. ഓക്കെ അല്ലടാ? സോ അതാണ് നമ്മൾ പറയുന്നത് കോൺസ്റ്റന്റ് സ്പീഡ് വിത്ത് വാരിയബിൾ വെലോസിറ്റി. വാരിയബിൾ വെലോസിറ്റി ഇൻ ദ സെൻസ് ഡയറക്ഷൻ ആണ് മാറുന്നത് കേട്ടോ. കാരണം ഓൾറെഡി മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറയുന്നതിൽ തന്നെ ക്ലിയർ ആണ്. Can a body have zero velocity and still have acceleration? Give an example. സിമ്പിൾ. അതായത് നമ്മൾ പറഞ്ഞു മുകളിലോട്ട് ഒരു സാധനത്തിന് നമ്മൾ പറഞ്ഞു വിട്ടു, ഓക്കെ, തിരിച്ചത് വരുന്നു, ഓക്കെ അല്ലേ? അപ്പോൾ അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റില് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്ന വാല്യൂ 0 ആണ്, ഓക്കെ അല്ലേ? പക്ഷെ അവിടെ ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് വെലോസിറ്റി 0 ആയതുകൊണ്ട് ആക്സിലറേഷൻ 0 ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വെലോസിറ്റി 0 ആയ സിറ്റുവേഷൻസിൽ ആക്സിലറേഷന്റെ വാല്യൂ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. The vectors having zero magnitude is called zero vectors or null vectors. In angle between A is equal to I plus J, B is equal to I minus J. It is 90 degree. അതെങ്ങനെയാ വരുന്നത്? നമുക്കറിയാം A dot B which is equal to എന്തായിരുന്നു? Which is equal to AB cos theta ആണ്. സോ അവിടെ നിന്ന് നമ്മൾ തീറ്റ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആദ്യം വെക്ടറിന്റെ ഇത് എടുക്കുന്നു, വാല്യൂ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നു. ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് തീറ്റന്റെ വാല്യൂ ആയിട്ട് 90 ഡിഗ്രി കിട്ടും. ദ പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ ഇസ് ഓൾവേസ് പാരബോളിക് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ പാത്ത് ഓഫ് അല്ലെങ്കിൽ ദ ട്രാജക്ടറി ഓഫ് ദി പ്രൊജക്ടൈൽ. പാത്തിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വേറെ വാക്കാണ് ട്രാജക്ടറി. അത് ചിലർ അറിയാതെ പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ എന്ന് പറയുമ്പോൾ ചിലർ ട്രാജക്ടറി എന്ന് എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത് പാത്ത് എന്നാണ് ആ ഒരു ഇതിന്റെ അർത്ഥമുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ, ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഇസ് കോൺസ്റ്റന്റ് അറ്റ് എനി പോയിന്റ് ഇൻ പ്രൊജക്ടൈൽ മോഷൻ ഇസ് ആക്സലറേഷൻ. എല്ലാ പോയിന്റിലും അതിന് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. പിക്ക് ദ ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്. ആംപിയർ,
കിലോഗ്രാം കെൽവിൻ ഇമ്പൾസ്. ഇറ്റ് ഇസ് സിംപ്ലി ഇമ്പൾസ്. കാരണം നമുക്കൊരു വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാൻ പറ്റും. ബാക്കിയെല്ലാം യൂണിറ്റ്സ് ആണ്. സോ ഇമ്പൾസ് ഇസ് ദ റൈറ്റ് ആൻസർ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഗിവ്സ് ഇമ്പോർട്ടൻസ് ഓൺ മൊമെന്റം ആൻഡ് ഇമ്പൾസ് കേട്ടോ. ഓക്കെ, നമ്മൾ മൊമെന്റം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂട്ടൺസ് ലോ സെക്കൻഡ് ലോയിലോട്ട് നമ്മൾ കടന്നു വരുന്നത് തന്നെ. സോ മൊമെന്റം ആൻഡ് ഇമ്പൾസ് ആണ്. അതിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് ടൈമിൽ കൊടുക്കുന്ന വലിയ ഫോഴ്സിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ആൻഡ് അതിന്റെ യൂണിറ്റ് വരുന്നത് kg മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഡിഫൈൻസ് ഫോഴ്സ് ബിക്കോസ് എന്താണ്, ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് അല്ലെ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ദാറ്റ് ഇസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ, സോ വിച്ച് ഡിഫൈൻസ് ഫോഴ്സ്. Recoil of a gun is based on the principle of law of conservation of linear momentum. The maximum value of static friction is called limiting static friction. The SI unit of impulse ഞാൻ പറഞ്ഞു force into delta t അല്ലെ, ചെറിയ ടൈമിൽ ചെറിയൊരു ഷോർട്ട് ടൈം ഇന്റർവെല്ലിൽ കൊടുക്കുന്ന വലിയ ഫോഴ്സ് ആണ്. സോ ഫോഴ്സിന്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ ആണ്, അല്ലെങ്കിൽ kg മീറ്റർ പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ kg മീറ്റർ ആണ്. സോ ഡെഫിനറ്റ്ലി kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഡെഫിനറ്റ്ലി അതും കൂടെ സെക്കൻഡും കൂടെ വരുമ്പം അതായത് ഡെൽറ്റ ടി അല്ലെങ്കിൽ ടിന്റെ ടൈമിന്റെ യൂണിറ്റ് വരുന്നത് സെക്കൻഡ് ആണ്. സോ ന്യൂട്ടൺ സെക്കൻഡ് അല്ലെങ്കിൽ kg മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഇനി ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ഓപ്പോസിറ്റ്, ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. വൈ? ഇറ്റ് ഇസ് ആക്ടിങ് ഇൻ ഡിഫറെന്റ് ബോഡീസ് അല്ലെ. ആക്ഷനും റിയാക്ഷനും നടക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡിയിലാണ്. ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തറയിൽ ചവിട്ടുന്നത്. സോ നമ്മൾ ആക്ഷൻ ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, തറയിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു. ആൻഡ് തറയാണ് നമ്മുടെ കാലിലോട്ടാണ് അല്ലെ, നമ്മുടെ കാലിലോട്ടാണ് ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് തരുന്നത്. ആക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും മീൻ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആക്ഷൻ റിയാക്ഷൻ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആക്ഷൻ കൊടുത്തത് തറയിലോട്ടാണെങ്കിൽ റിയാക്ഷൻ വന്നത് എങ്ങോട്ടാണ്, യെസ് നമ്മുടെ ഷൂലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ചപ്പലിലോട്ടാണ് വന്നത്. സോ ദാറ്റ്സ് വൈ നമ്മൾ പറയുന്നത് എന്താണ്, ദേ ആക്ട് ഓൺ ഡിഫറെന്റ് ബോഡീസ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ റിഡ്യൂസിംഗ് ഫ്രിക്ഷൻ ഇസ് ലൂബ്രിക്കൻസ്. ആർ റോളിംഗ് ആൻഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ? നോ. Rolling friction is less than that of sliding friction. Is electric current or a scalar or a vector quantity? It is a scalar quantity. പക്ഷേ നിങ്ങൾക്ക് ഇനി നിങ്ങൾ എന്താ പറയുക, ഇനി പ്ലസ് ടുവിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ വേറെ കുറെ ടേംസ് ഒക്കെ പഠിക്കും, കറണ്ട് ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, വിച്ച് ഇസ് എ വെക്ടർ ആണ്. ബട്ട് ഈവൻ ദോ നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്ന വാല്യൂ അതിന് ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് അത് വെക്ടർ ആകുന്നില്ല? യെസ്, വെക്ടർ അഡീഷൻ റൂൾസ് ഒന്നും അത് ഒബേ ചെയ്യാത്തതുകൊണ്ടാണ് അത് വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്. ഇറ്റ് ഇസ് സ്കെയിലാർ ക്വാണ്ടിറ്റി കേട്ടോ. കറണ്ട് എന്ന് പറയുന്നത് സ്കെയിലാർ ആണ്. ഈസ് പ്രഷർ ഇസ് എ സ്കെയിലാർ ഓർ എ വെക്ടർ ക്വാണ്ടിറ്റി? ഇറ്റ് ഇസ് അഗൈൻ എ സ്കെയിലാർ ക്വാണ്ടിറ്റി. Kilowatt hour is the unit of energy. Okay, and free fall is a free fall is an example of uniformly accelerated motion. Gravitational force is a conservative force. Already നമ്മൾ ഇത് നേരെ തിരിച്ചു ചോദിച്ചിരുന്നു, gravitational force conservative force ആണോ true or false ചോദിച്ചിട്ട്. Energy associated with the spring is called potential. The area under force displacement graph. Okay, area under force displacement graph എന്ന് പറയുമ്പോൾ which will be work done ആണ് കേട്ടോ. ഇനി 1 horse power ഇത് റിപ്പീറ്റഡ് ആയിട്ട് പല പ്രാവശ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. 746 watt ആണ് ആൻസർ വരുന്നത്. ആൻഡ് ഹോഴ്സ് പവർ ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ ആണ്. 1 joule എന്ന് പറയുന്നത് 10 to the power 7 erg ആണ്. യൂണിറ്റ് ഓഫ് കൈനറ്റിക് എനർജി ഇറ്റ്സ് ജൂൾ. Is work is a scalar or a vector? It is a vector. It is a scalar quantity. Force into displacement ആണ്. അപ്പോൾ രണ്ട് വെക്ടർ ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് വർക്ക് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് ടോർക്ക് ഇസ് ന്യൂട്ടൺ മീറ്റർ. കാരണം എന്താണ്, ഫോഴ്സിന്റെ യൂണിറ്റ് വരുന്നത് n ആണ്. ആൻഡ് എന്താ പറയുക, നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മീറ്റർ, സോ ന്യൂട്ടൺ മീറ്റർ ആണ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഓക്കെ, അതായത് താഴേക്ക് ഇങ്ങനെ ഫ്രീലി ഫോളോ ചെയ്യുന്ന ഒരു ബോഡിയുടെ വർക്ക് ഡൺ, അവിടെ വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്, നോക്കിക്കേ, ഡിസ്പ്ലേസ്മെന്റ് വരുന്നതും നമ്മുടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും എങ്ങനെയാണ്, ഫോഴ്സ് ഓൾവേസ് ടുവേർഡ്സ് ദി സെന്റർ, വീഴുന്നത് നേരെ താഴത്തോട്ട്. സോ ഡെഫിനറ്റ്ലി ഡൗൺവേർഡ്സ് ആണ് രണ്ടിനും ഡയറക്ഷൻ വരുന്നത്. സോ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആയത്? കാരണം നോക്കിക്കേടാ, ഇപ്പൊ നമ്മൾ ഇതൊരു സർഫസ്, ഈ സർഫസിൽ ഞാൻ ഒരു ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിന്റെ മോഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഓൾവേസ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്, ഈ മോഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയായിട്ട് വരും, 180 ഡിഗ്രി ആയിട്ട് വരും. ഓക്കെ അല്ലേ. അങ്ങനെ 180 ഡിഗ്രി ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എന്താ വരിക, യെസ് -1 ആണ് അല്ലെ. cos 180 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആണ്. സോ ദ ആൻസർ വിൽ ബി നെഗറ്റീവ്. A man holds a heavy object weighing 50 kg perfectly still for an hour. Calculate the work done. It is 0 because displacement is 0 അല്ലേ. ഇനി വർക്ക് ആൻഡ് ഡാഷ് ഹാസ് ദ സെയിം ഡയമെൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു വർക്ക്, എനർജി, ടോർക്ക് എല്ലാം സെയിം ഡയമെൻഷൻ ആയിരുന്നു. ഇനി ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഇസ് ടോർക്ക്. ഓക്കെ, റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇസ് ടോർക്ക്. ഓക്കെ, അപ്പം ഈ എക്സ്പ്ലനേഷൻസ്, അതായത് ടോർക്ക് എന്ന് പറയുന്നത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ്, മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം സിമ്പിൾ ആംഗുലർ മൊമെന്റം ആണ്. ആംഗുലർ മൊമെന്റം ഹാസ് ദി സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ്
പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, അതൊന്നും നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. ഡയമെൻഷണൽ ഫോർമുല ഫോർ ടോർക്ക് ml സ്ക്വയർ ടി റേസ് ടു -2 ആണ്. ഓക്കെ, സോ അതെങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം. ഫോഴ്സിന്റെ എന്താ വരുന്നത് ml t റേസ് ടു -2 ആണ്. ഇൻറ്റു ഒരു ഡിസ്റ്റൻസും കൂടെ ഉണ്ടല്ലോ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ അഗൈൻ ഒരു എല്ലും കൂടെ വരും. സോ ml t റേസ് ടു -2. ഇനി ക്ലാസിക്കൽ ഡാൻസേഴ്സ് bring their hands closer to their bodies to rotate faster. Name the principle behind it. It is nothing but law of conservation of angular momentum. So we can say that L is equal to I omega ആണ്. So this I omega will be a constant value. That means I, moment of inertia, which is proportional to, അല്ലെങ്കിൽ which is equal to a constant value into 1 by omega. So 1 by omega means omega കൂടുമ്പോൾ നമ്മുടെ moment of inertia കുറയും. moment of inertia കൂടുവാണെങ്കിൽ definitely ഇതിന്റെ വാല്യൂ കുറയും. ക്ലിയർ അല്ലേ? സോ ഇവിടെ എന്താ പറഞ്ഞത്, moment of inertia വാല്യൂ കൂടുമ്പോൾ ആംഗുലർ വെലോസിറ്റി കുറയും. സോ moment of inertia നമുക്കറിയാം mr² ആണ്. സോ ദിസ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ കൂടി എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ടോട്ടൽ ആയിട്ട് കൂടി. കാരണം എന്താ പറയുക, mr² ആണ് വാല്യൂ. സോ ഡെഫിനറ്റ്ലി ആംഗുലർ വെലോസിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു വരും, അതായത് സ്പീഡ് കുറയും. ഇനി അതേസമയം ക്ലോസർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറിന്റെ വാല്യൂ എന്തായി പോയി, വളരെ ചെറിയ വാല്യൂ ആയി പോയി. ദാറ്റ് മീൻസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ കുറഞ്ഞു പോയി. മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താ മീൻ ചെയ്യുന്നത്, യെസ്, ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മിനിമം ആയിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് എന്തായിരുന്നു, ആംഗുലർ വെലോസിറ്റി മാക്സിമം ആണ്. ഓക്കെ അല്ല, അവർ തമ്മിലുള്ള റിലേഷൻ മാത്രം അറിഞ്ഞാൽ മതി. I omega is equal to കോൺസ്റ്റന്റ് ആണ്. I is equal to a constant into 1 by omega. ആ ഒരൊറ്റ കാര്യം മൈൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു കാര്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളടുത്ത് ചോദിക്കും, 2 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കും കേട്ടോ. The inability to stop rotational inertia called moment of inertia. Moment of inertia of a disk along the diameter is mr²/4 ആണ്. അത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. The acceleration due to gravity dash with increase of altitude. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താ ചെയ്യുക, അത് കുറഞ്ഞു വരും അല്ലെ. ഇനി ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ടോ അത് കൂടി വരും. അതായത് ഡെപ്തിൽ നിന്ന് ഇങ്ങനെ വരുന്നതോറും അതെന്ത് ചെയ്യും, കൂടി വരും അല്ലെ. നമ്മുടെ acceleration due to gravity decreases with increase in temperature. ഇവിടെ ആണെങ്കിലും ഡിക്രീസ് ഇൻ എന്താ പറയാ ഈ സംഭവം. ആൻഡ് ഏറ്റവും മാക്സിമം വാല്യൂ എവിടെയാണ്, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അറ്റ് ദി സർഫസ് ആണ്. സോ നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഏറ്റവും പീക്ക് വാല്യൂ വരുന്നത് എവിടെയാണ്, യെസ്, നമ്മുടെ സർഫസിലാണ്. ആൻഡ് അത് പറയും, അതായത് ഫ്രം ദി സെന്റർ ടു സർഫസ്. ഓക്കെ അല്ല, അതാണ് നമ്മൾ ഡെപ്ത് പറയുന്നത്. സോ അതെങ്ങനെയാണ്, യെസ്, അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡെപ്ത് കുറയും തോറും എന്ത് ചെയ്യുന്നു, യെസ്, ഈ ഒരു വാല്യൂ കൂടി വരും അല്ലെ. ഡെപ്ത് കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് ഈ ജിന്റെ വാല്യൂ കൂടി വരും. സോ അതൊരു ലീനിയർ റിലേഷൻ ആണ്, നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടുക. ആൻഡ് ഔട്ട് സൈഡ് ആണെന്നുണ്ടെങ്കിലോ, യെസ്, ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. സോ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, യെസ്, ഇത് കുറഞ്ഞു വരും കേട്ടോ. സോ അതാണ് നമ്മുടെ റിലേഷൻ വരുന്നത്. Next one is the acceleration due to gravity. Yes, നമ്മൾ already പറഞ്ഞു. At the center of earth, the acceleration due to gravity, നമുക്കറിയാം g is equal to gm/r² ആണ്. So thus r will be equal to 0. So definitely acceleration due to gravity ന്റെ value 0 ആയിട്ട് മാറും. Acceleration due to gravity is independent of the mass of the body. അല്ലെ, എന്തുകൊണ്ടാണ് g is equal to gm/r² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ g is the universal gas constant, gravitational constant. ആൻഡ് m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് ദി പ്ലാനറ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് ദി എർത്ത് ആണ്. ആൻഡ് r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം ദി സെന്റർ ടു ദാറ്റ് പോയിന്റ്, ഏത് പോയിന്റിലാണ് നമ്മൾ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കുന്നത് ആ പോയിന്റ് വരെ. അവിടെ ഒബ്ജക്റ്റിന്റെ മാസിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നു പോലുമില്ല. സോ ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദി ബോഡി കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡയമെൻഷണൽ ഫോർമുല ഫോർ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇറ്റ് ഇസ് അഗൈൻ LT raised to -2. വെയിറ്റ് ഓഫ് എ ബോഡി ഓഫ് മാസ് m അറ്റ് ദി സെന്റർ ഓഫ് എർത്ത് ഇസ് 0. കാരണം എന്താണ്, ജിന്റെ വാല്യൂ 0 ആണ് അല്ലെ. ജിന്റെ വാല്യൂ 0 ആണെങ്കിൽ വെയിറ്റ് mg ആണ്. സോ ദാറ്റ് വിൽ ബി 0. നെയിം ദ ലോ റിലേറ്റിംഗ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഹൂക്സ് ലോ അല്ലെ. വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് അല്ലെ. അതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു ലോ. സോളിഡ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചൊരു ലോ. നെക്സ്റ്റ് വൺ, സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വിൽ ബി, യെസ്, ഓരോ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മളുള്ള ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും തരുന്നത്, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ 3 ടൈപ്പ് പഠിച്ചു, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ്. ഈ 3 സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. അതിന്റെ ഇക്വേഷൻസ് അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിക്കണം കേട്ടോ. The maximum value of elasticity is called elastic limit. Strain has no unit and dimension. That is true അല്ലെ. കാരണം എന്താണ്, change in dimension divided by original dimension. So definitely അവിടെ എന്തുണ്ടാവില്ല, ഡയമെൻഷനോ യൂണിറ്റ്സോ ഉണ്ടാവത്തില്ല. So it is a true statement. ഇനി stress has the same dimension of pressure. Okay, എപ്പോഴാണെങ്കിൽ യെസ് ഡയമെൻഷൻ സെയിം ആണ്, പക്ഷെ നമുക്ക് അറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. എപ്പോഴാണ് ഇവർ നമ്മൾ ഈക്വൽ ആകുന്നത്, when that force is a thrust force. ഓക്കെ അല്ലെ, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ത്രസ്റ്റ് ഫോഴ്സ് ആണെങ്കിൽ, അതായത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണെങ്കിൽ
മാത്രമേ സ്ട്രെസ്സും അതുപോലെ തന്നെ പ്രഷറും സെയിം മീനിങ് വരത്തുള്ളൂ. അതർവൈസ് ഇതിനൊരു വ്യത്യാസമുണ്ട്. സ്ട്രെസ് എന്ന് പറയുന്നതും പ്രഷർ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് ത്രസ്റ്റ് ഫോഴ്സ് അല്ലെങ്കിൽ സെയിം ഡയമെൻഷൻ ആയിരിക്കും, അതിനത് ബാധകമല്ല കേട്ടോ. ഇനി യൂണിറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഫോഴ്സിന്റെ ന്യൂട്ടൺ ആണ്, സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരും. അതിനെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാസ്കൽ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്കറിയാം നമ്മുടെ പ്രഷർ നമ്മൾ പാസ്കൽ തന്നെയാണ് പറയാം. ഇനി ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പാസ്കൽസ് ലോ. ഒരു സംശയമില്ലാതെ നമ്മൾ ഉറക്കെ വിളിച്ചു പറയും അല്ലേ. യെസ്, നെക്സ്റ്റ് വൺ ആസ് ബെർണോളിസ് തിയറം ഇസ് അപ്ലിക്കബിൾ ടു സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ അല്ലെ. അതായത് ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഒരു ഇതിലോട്ട് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ അല്ലടാ. യെസ്. ഇനി നെക്സ്റ്റ് വൺ, ബെർണോളിസ് തിയറം ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അത് നമുക്കറിയാം. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ് ഇസ് ബേസ്ഡ് ഓൺ ബെർണോളിസ് തിയറം ആണ്. ബെർണോളിസ് തിയറം അതിന്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഡെറിവേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഡാഷ് ഗിവ്സ് an idea about the pressure at a static fluid. It is about Pascal's law അല്ലെ. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഫ്ലൂയിഡ്സ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് സ്റ്റാറ്റിക് ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടാണ്. അവിടെയാണ് പാസ്കൽസ് ലോ ഒക്കെ വരുന്നത്. ആൻഡ് നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നിശ്ചലമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ പാസ്കൽസ് ലോ പറഞ്ഞപ്പോൾ പറഞ്ഞത് അല്ലെ. ആൻഡ് ദെൻ നമ്മൾ ബെർണോളിസ് തിയറം അതുപോലെ തന്നെ എന്താ പറയാ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പറയുന്നത്, യെസ് ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ഒഴുകുന്ന വെള്ളത്തെ കുറിച്ച് പറയുമ്പോഴാണ് കേട്ടോ. ഇനി നെക്സ്റ്റ്, ദ എയർക്രാഫ്റ്റ് ഫ്ലൈ ഇസ് ബേസ്ഡ് ഓൺ ബെർണോളിസ് തിയറം അഗൈൻ. ആൻഡ് ഓൾസോ നമുക്ക് മാഗ്നസ് എഫക്ട് അറിയാം, അതിന്റെയും അപ്ലിക്കേഷൻ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാം. A thermodynamic process which occurs at constant pressure is isobaric process. What is a heat engine? It is a device used to convert heat energy to mechanical energy. Which one has the highest specific heat capacity? Water. നമ്മുടെ NCERT ഒരു കൃത്യമായിട്ടൊരു ബോക്സ് ഉണ്ട് കേട്ടോ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. Write the relation among heat energy, work done and change in internal energy. That is nothing but dq which is equal to du plus dw. That is change in work done and change in internal energy. In the linear velocity is related to angular velocity through the radius of the circle as, yes, v is equal to r omega. അപ്പോൾ നമ്മൾ വെക്ടർ ഫോമിലോട്ട് മാറ്റുമ്പോൾ എന്തായിരിക്കും, v is equal to omega cross r. ഓക്കെ, കാരണം എന്താണ്, ഇതിൽ പറയുന്ന മൂന്ന് കാര്യങ്ങളും വെക്ടേഴ്സ് ആണ് അല്ലെ. ഒമേഗ ആംഗുലർ വെലോസിറ്റി ഇസ് വെക്ടർ ക്വാണ്ടിറ്റി, r എന്ന് പറഞ്ഞാൽ ഇസ് എ പൊസിഷൻ വെക്ടർ, ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ again it's a velocity, it is a vector quantity. So we can write it as v is equal to omega cross r എന്ന് പറഞ്ഞിട്ട് എഴുതാം. An object projected with an initial velocity v0 making an angle theta with the horizontal. What is the shape of the path of the projectile? Again parabolic ആയിരിക്കും. In circular motion the direction of linear velocity changes continuously. Right direction of linear velocity എങ്ങനെയായിരിക്കും, yes always ആ ഒരു പോയിന്റിന്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ടാൻജൻഷ്യൽ ആയിരിക്കും അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ മോഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി a stone tied to the end of a string 80 cm long is whirled in a horizontal circle with a constant speed. What is the angle between the velocity and the acceleration at any instant of the motion? മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കറിയാം ഈ സംഭവം ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഓക്കെ അവിടെ ആക്ട് ചെയ്യുന്ന ആരാണ്, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ്. ആൻഡ് സെൻട്രിപെറ്റൽ ആക്സലറേഷനും വെലോസിറ്റിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, ഇറ്റ് വിൽ ബി 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അത് നമ്മൾ കൃത്യമായിട്ട് ലെക്ചറിൽ വരച്ചു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഇൻ നോർമൽ പ്രൊജക്ടൈൽ മോഷൻ വാട്ട് വിൽ ബി ദ ആംഗിൾ ഓഫ് പ്രൊജക്ടൈൽ ടു ഗെറ്റ് ദ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം? തീറ്റ is equal to 45 ഡിഗ്രി. എങ്ങനെയാണ്, r is equal to u square sin 2 theta divided by g. So maximum value will be r max which is equal to u square by g. That means sin 2 theta ന്റെ വാല്യൂ 1 വരണം. sin 2 theta ന്റെ വാല്യൂ 1 വരണം എന്നുണ്ടെങ്കിൽ sin 90 ആയിരിക്കണം ആംഗിൾ വരേണ്ടത് അല്ലേ. So 2 theta is equal to 90, so theta will be is equal to 45 degree. Calculate the maximum height reached by a projectile if it covers the maximum range. Okay, maximum range എന്ന് തന്നിട്ടുണ്ട്. So that means theta will be is equal to 45 degree. ഇനി എന്താ നമുക്ക് പറഞ്ഞിട്ടുള്ളത്, maximum height കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, u square sin square theta divided by 2g. അവിടെ നമുക്ക് തീറ്റയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും, 45 ഡിഗ്രി കൊടുക്കാൻ പറ്റും. അവിടെയാണ് ക്വസ്റ്റനിൽ ഹിന്റ് കാണുന്നത് മാക്സിമം റേഞ്ച് എന്ന് തന്നിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് എത്തിനാ പറയുന്നത്, യെസ് ഈ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. How many significant figures are there in the measurement 0.0020? There are only 2 significant figures. കാരണം എന്താണ്, യെസ് ഡെസിമൽ കഴിഞ്ഞിട്ട് വരുന്നതിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സീറോ വരാനായിട്ട്. സോ അത് മാത്രമേ അവിടെ വാലിഡ് ആയിട്ടുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് 1 നോൺ സീറോ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് 2. സോ അതും അങ്ങനെ രണ്ടെണ്ണമാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കേട്ടോ. ഇനി എ ബോയ് ത്രോസ് എ സ്റ്റോൺ വെർട്ടിക്കലി അപ്പ് ആൻഡ് ഇറ്റ് ഫോൾസ് ബാക്ക് ടു ഹിസ് ഹാൻഡ്. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദി സ്റ്റോൺ. ഓക്കെ, അതെങ്ങനെയായിരിക്കും വരുന്നത്, ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെലോസിറ്റി കുറഞ്ഞു വരുന്നു, പിന്നെ അത് നെഗറ്റീവ് ഡയറക്ഷനിലാണ് അല്ലെ, നെഗറ്റീവ് ഡയറക്ഷനിലാണ് വരുന്നത്. ആൻഡ് ദെൻ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് സ്പീഡ് ആൻഡ് ടൈം ഗ്രാഫ് ആണ് ചോദിക്കുന്നതെങ്കിൽ വി വിൽ ചൂസ് ബി ആണ് കേട്ടോ. അവിടെ നമ്മൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യേണ്ടതില്ല. ആൻഡ് അത്ലറ്റ് പ്രൊജക്ട്സ് എ ജാവലിൻ സോ ദ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ദെൻ ഇറ്റ്സ് ഓക്കെ. ഇവിടെയും നമുക്ക് തന്നിട്ടുണ്ട് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പം അവിടെ തന്നെ നമുക്ക് കിട്ടിയ എന്താണ്, ഒരു ക്വസ്റ്റനിൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് സ്പെസിഫൈ ചെയ്യണം കേട്ടോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് അവിടെ തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് യു കോസ് തീറ്റ ആൻഡ് യു സൈൻ തീറ്റ അല്ലെ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് യു കോസ് തീറ്റ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് യു സൈൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ തീറ്റ
എന്ന് പറയുന്ന 45 ഡിഗ്രി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം cos 45ഉം അതുപോലെ തന്നെ sin 45ഉം സെയിം വാല്യൂ ആണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് കിട്ടും? ux is equal to uy അല്ലെങ്കിൽ horizontal component which is equal to vertical component എന്ന് കിട്ടും. So hence option C is the right answer. Vertical and horizontal velocities are equal. An object travels in the direction of its velocity. Simple. The dimensional formula of force is again repeat ചെയ്യുവാണ്. എന്താണ് വരുന്നത്? ml raised to t raised to minus 2 ആണ്. So option D. Write the strongest force among the following. It is nuclear force ആണ് അല്ലേ? Without doubt നമുക്ക് പറയാം nuclear force ആണ്. The velocity time graph of an object in motion is showing in the figure. Calculate displacement in 6 seconds. Okay, but velocity time graph ആണ്. Displacement കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? Yes, ആ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ മാത്രം നോക്കിയാൽ മതി. അപ്പം displacement in 6 seconds എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ആ രണ്ട് ഏരിയാസിൽ മാത്രം ഒന്ന് സം ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? ഇനി distance traveled in 6 seconds. Okay, distance traveled in 6 seconds എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Yes, of course നമുക്ക് അറിയാം, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? Yes, ഇതിന്റെ വരുന്നത് 40 ആണ്, ഇതിന്റെ വരുന്നത് 20 ആണ്. പക്ഷെ നമ്മൾ അവിടെ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ടതില്ല. കാരണം എന്താണ്? ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യേണ്ടതില്ല. നമ്മൾ ഡിസ്പ്ലേസ്മെന്റിൽ നമ്മൾ നെഗറ്റീവ് ആണ്, അതായത് ഇവിടെ സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? അത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്. ഡിസ്പ്ലേസ്മെന്റിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യണം, പക്ഷേ ഡിസ്റ്റൻസിൽ അത് കൺസിഡർ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. രണ്ടും ജസ്റ്റ് ചുമ്മാ ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. അവിടെ നെഗറ്റീവ് പോസിറ്റീവിനൊന്നും ഒരു വാല്യൂ ഇല്ല, ജസ്റ്റ് ആഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. State in Newton's second law of motion, the rate of change of momentum is proportional to the applied force. Okay. Next one, write the mathematical form. F is equal to dp by dt, which is equal to ma. Write the number of significant figures. The first one എന്തൊക്കെയാണ് significant? Only രണ്ടെണ്ണേ ഉള്ളൂ. കാരണം എന്താണ്? 7ഉം 2ഉം ഉണ്ട് അല്ലെ? ബാക്കിയെല്ലാം ഇൻസിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ. ഇനി let's say suppose 7 to 0 ഉണ്ടെങ്കിൽ അവിടെ എത്ര significant figures ഉണ്ടായിരിക്കും? 3 significant figures ഉണ്ടായിരിക്കും. ഇനി let's say 0.00720 ആണെങ്കിലോ ഡെഫിനറ്റ്ലി 4 significant figures ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ബിയിൽ നോക്കുവാണെങ്കിൽ 1.6 into 10 to the power minus 19 ആണ്. ഓക്കെ. അപ്പം again നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്? 10ന്റെ പവർ ആയിട്ട് വരുന്നതിനൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല? സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂട്ടത്തില്ല. സോ അവിടെ നോൺ സീറോ ആയിട്ടുള്ള രണ്ട് ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. That is 1 and 6. So that means 2. Write the physical quantity having the same unit and dimension as that of the linear momentum. Linear momentum സെയിം ആയിട്ടുള്ളത്. ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. നിങ്ങൾക്ക് അറിയാം, ഡെഫിനറ്റ്ലി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ കിട്ടും. പക്ഷെ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യേണ്ട. എന്താണ്? നമുക്ക് ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നല്ലോ. ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് linear momentum is impulse. State the law of conservation of linear momentum. The principle of conservation of linear momentum states that if two objects collide, രണ്ട് ഒബ്ജക്റ്റുകൾ കൊളൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ the momentum before collision and after collision will be the same. Okay. ഇനി അവിടെ എന്തില്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ മാത്രം, അതർവൈസ് മാറ്റം വരും കേട്ടോ. Which of the following is not a conservative force? It is nothing but frictional force. അല്ലെ? Gravitational force conservative ആണ്, electrostatic force conservative force ആണ്, magnetic force conservative force ആണ്. So definitely അവിടെ വരുന്നത് ആര് മാത്രമേ ഉള്ളൂ? frictional force ആണ്. When a ballet dancer draws her arms closer to her body, her angular velocity നോക്കിക്കാൻ ഇങ്ങനെ വന്നു. That means radius കുറഞ്ഞു. So moment of inertia കുറഞ്ഞു. So angular velocity increase ചെയ്യും. Okay, ആ relation already നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. Stay true and false. The viscosity of the gases decreases with an increase in temperature. It is a false statement ആണ് അല്ലെ? The viscosity of gases increases with increase in temperature ആണ് കേട്ടോ. ഗ്യാസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലെ? ലിക്വിഡിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ നേരെ തിരിയും കേട്ടോ. വിസ്കോസിറ്റിയുടെ കാര്യം ലിക്വിഡിൽ വരുമ്പോഴത്തേനും നേരെ തിരിയും കേട്ടല്ലോടാ. യെസ്. ഇനി അടുത്തത്. യെസ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേദാന്തുവിന്റെ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വീക്ക് ക്വിസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് ബോക്സും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു എക്സാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആ വീക്ക് ക്വിസിൽ കിട്ടും. സോ വൺസ് നിങ്ങൾ എന്താ പറയാ പഠിച്ച് എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വീക്ക് ക്വിസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഫ്രഷ് ആവാനായിട്ട് പറ്റും. സോ മാക്സിമം നിങ്ങൾ വീക്ക് ക്വിസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ടെലഗ്രാം ചാനലാണ്. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ്, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്, നമ്മൾ ചെയ്യുന്ന മാരത്തോൺസിന്റെ നോട്ട്സ്, ഷോർട്ട് ക്വസ്റ്റ്യൻസിന്റെ നോട്ട്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വേഗം ടെലഗ്രാമിലോട്ട് ഓടിക്കുക. ആൻഡ് നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാൻ പോവാണ്. നമ്മൾ കൂടുതൽ ലൈവ് സെഷൻസ് നമ്മൾ ടെലഗ്രാമിൽ വെക്കാൻ പോവാണ്. ഞങ്ങൾ നിങ്ങളിലോട്ട് വരാൻ പോവാണ്, കൂടുതലായിട്ട് നിങ്ങളിലോട്ട് അടുക്കാൻ പോവാണ്. സോ മക്കളെ, എനിക്ക് ഇനി ഒന്നേ പറയാനുള്ളൂ, നല്ല രീതിയിൽ പഠിക്കുക. കാരണം എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയേ പറ്റത്തുള്ളൂ. സോ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.